ഡൽഹിയിലേക്കൊന്ന് പോവുകയാണ്. അവിടെ കേരള ഹൗസിലെ ഓണാഘോഷം, അതിൽ നമ്മുടെ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് മനോഹരമായൊരു കാഴ്ച ഇന്ന് നമ്മൾ കണ്ടു. ആ കാഴ്ച ഒന്ന് കാണാം. എന്താ വിശ്വാസമാണല്ലേ? നിങ്ങൾ ആദ്യം ചെയ്ത് കാണിക്കുക, എന്നിട്ട് നമ്മൾ വിശ്വസിക്കാം. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഊഷ്മളമായ ഓണാശംസകൾ നേരുകയാണ്. ഞാൻ പലപ്പോഴും ആലോചിക്കും, ഓണം ഉണ്ടാകുന്നതിന് ഒരുപാട് ശ്രീമതി ടീച്ചർ കൂടി ഉണ്ട്. വാ ടീച്ചർ കൂടി വാ. മെറിറ്റിൽ വന്നവനാണ്. ഇവിടെ ഇരിക്കും, സൈഡിൽ. ഹലോ, നീ മരണമാസാടാ, വേറെ ലെവലടാ നീ. ചിലപ്പോ ഇടയ്ക്കൊന്ന് വീണ് പോകുമായിരിക്കും. അപ്പൊ ചുറ്റുമുള്ള എല്ലാവരും പറയും ഇനി അവർ മുന്നിലേക്കില്ല എന്ന്. അങ്ങനെ ഇനി മുന്നിലേക്കില്ല എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അവർ ഉയർത്തെഴുന്നേൽക്കും. ഒരുപാട് നാളായാലേ താൻ ഈ മൊമെന്റിന് വേണ്ടി കഷ്ടപ്പെടുന്നു. എന്റെ ഭാസി ഈ ഒരു സംഭവം തന്നെ. ഹായ് പ്രിയപ്പെട്ട മലയാളികളെ, ഓണമൊക്കെ അല്ലേ വരാൻ പോകുന്നത്. ഞാൻ എപ്പോഴും വിചാരിക്കും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായ മലയാളികൾക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കണം. നിങ്ങൾ എപ്പോഴും നമ്മളെ സഹിച്ചുകൊണ്ടിരിക്കല്ലേ, എന്നാൽ നിങ്ങൾ വിചാരിക്കാത്ത ഒരു അടിപൊളി ഗിഫ്റ്റ് ഈ ഓണക്കാലത്ത് നിങ്ങൾക്ക് തരികയാണ്. എന്നാ പിടിച്ചോ, റെഡിയല്ലേ നിങ്ങള്? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കൊച്ചുങ്ങൾ എന്നായാലും ആഗ്രഹം പറഞ്ഞ നമ്മളെ കൊണ്ട് പറ്റുവാന്നെ അതങ്ങ് സാധിച്ചു കൊടുത്തേക്കണം. എന്നാ പിടിച്ചോ. സുൽത്താൻ ബത്തേരിയുടെ പേര്, ഇന്ന് അറിയപ്പെടുന്ന ഈ പേര്, അത് ഗണപതി വട്ടം എന്നുള്ള പേരാക്കി മാറ്റണം. സർക്കാർ ഫലങ്ങളിൽ തന്നെ അതിന് മാറ്റം വരുത്തണം. ഗണപതി വട്ടം എന്നുള്ളത് നമ്മുടെ നാടിന്റെ പൈതൃകം. ഗോപേട്ട, സന്തോഷമായില്ലേ? വിശക്കുന്നവന് ഭക്ഷണമായി, മരുന്നില്ലാത്തവന് മരുന്നായി, വീടില്ലാത്തവന് വീടായി, ജീവിക്കാൻ വകയില്ലാത്തവന് അതിനുള്ള വകയായി, എല്ലാ നിലക്കും നമ്മുടെ നാടിന്റെ ദാരിദ്ര്യമൊക്കെ മാറുന്ന രൂപത്തിൽ അടിപൊളി ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നത്. ഈ വട്ടം എടുത്ത് വെച്ച് വലിയ ഒരു കലത്തിൽ വെള്ളം ചൂടാക്കിയിട്ട് പുഴുങ്ങി അങ്ങോട്ട് നിന്നോളി, എല്ലാ പ്രശ്നവും മാറും. ഞാനൊന്ന് ആലങ്കാരികമായിട്ട് പറഞ്ഞതാ. നമ്മുടെ നാടിന്റെ ഇപ്പോഴത്തെ പ്രശ്നം, വിശക്കുന്നവനാണെങ്കിലും മരുന്ന് വാങ്ങാൻ വകയില്ലാത്തവനാണെങ്കിലും ഈ വട്ടം അങ്ങോട്ടായി കഴിഞ്ഞാൽ എല്ലാവർക്കും വട്ടത്തിൽ ഇരുന്ന് അത് തന്നെ സംഭവം. കാര്യത്തിൽ ലോകത്താരെയും എനിക്ക് പേടിയില്ല, പേടിച്ചിട്ട് കാര്യമില്ല. അതാണ് ഈ കോൺഫിഡൻസ്. എനിക്ക് ഭയങ്കര സന്തോഷമായി. നമ്മുടെ നാടിന്റെ പ്രശ്നം മാറുകയാണ്. നമ്മുടെ നാടിന്റെ യഥാർത്ഥ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താ? സുൽത്താൻ ബത്തേരി ഗണപതി വട്ടം ആകാത്തതാണ്. ഇങ്ങനൊന്നും ചെയ്യില്ല, അഞ്ചാറബത്തൊക്കെ എല്ലാവർക്കും പറ്റേ. അത് ആവലോടുകൂടി നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുകയാണ്. ദൈവത്തിന് ഒരു 1000 നന്ദി, ഒരുപാട് നന്ദി. ഭയങ്കര സന്തോഷം. ഇതിന് ഓണസമ്മാനം കൂടിയാണ്. അടിപൊളി സന്തോഷം. അപ്പൊ മലയാളികളെ സുഖല്ലേ? പൊളിക്ക് ആഹ്ലാദിപ്പി, അർമാദിപ്പി.